സുബർ സാറാണ്. നമ്മളിന്ന് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള അടിപൊളി ക്വസ്റ്റനാണ് ഫ്രം മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതും കുട്ടികൾക്ക് ചെയ്യാൻ തോന്നുന്നതാണ്, എളുപ്പമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുകൊണ്ട് ഇപ്പോൾ ഈ ബോർഡിൽ കിടക്കുന്ന ക്വസ്റ്റൻ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ ഇല്ല, വേറെ രീതി കൂടെയുള്ള ക്വസ്റ്റൻസുകളാണ്. ഈ ക്വസ്റ്റൻ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ മാറി വരുന്ന ക്വസ്റ്റൻസുകളെ നിങ്ങൾ ചെയ്യാൻ പഠിക്കണം. സാധാരണ എല്ലാം പിന്നെ ഈസി ആയിട്ടൊക്കെ ഒന്ന് പഠിച്ചാൽ ഇത്തിരി മനസ്സിലാവുന്ന ഒരു ചാപ്റ്ററാണ്. ഇപ്പോൾ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതിനും ടഫാണ് സർക്കിൾസ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നോക്കുമ്പോൾ ഇവൻ നല്ല ഈസിയാണ്. ഏകദേശം നമുക്കൊരു 18 തൊട്ട് 20 മാർക്ക് വരെ നമ്മുടെ ഓൺ എക്സാമിന് ഇത് ചോദിക്കും. അതുകൊണ്ട് ഇവനെ നല്ല ബലം കൊണ്ട് പിടിച്ചോണം. പബ്ലിക് എക്സാം ആകുമ്പോൾ ഒരു 6, 7, 8 മാർക്ക് അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ക്വസ്റ്റൻ എല്ലാവരും ഒന്ന് വായിച്ചേ. എ ബോക്സ് കണ്ടെയ്ൻ 27 ബോൾസ്. ഓക്കെ, ഒരു ബോക്സിനുള്ളിൽ 27 ബോളുണ്ട്. കളേഴ്സ് ഏതൊക്കെയാണ്? ഗ്രീൻ ആൻഡ് റെഡ്. ഓക്കെ, പച്ചയും ചുമലയായിട്ട് 27 ബോൾസ് ഉണ്ട്. ഇഫ് യു ടേക്ക് 1 ബോൾ ആൻഡ് പി ഓഫ് ഗ്രീൻ ഈസ് 1/3. നമ്മളവിടെ നിന്ന് ഇങ്ങനെ ഒരെണ്ണം എടുത്തു കേട്ടോ. ആരും എടുത്തത്? ഗ്രീൻ. അതിൻ്റെ പ്രോബബിലിറ്റിയാണ് തന്നേക്കുന്നത് എത്രയാണ്? 1/3. അപ്പോൾ ടോട്ടൽ ബോൾസ് ആണ് ഈ തന്നേക്കുന്നത് 27 കേട്ടോ. ടോട്ടൽ ഇങ്ങനെ കുറേ ബോൾസ് കിടപ്പുണ്ട്. അതിനകത്ത് ഗ്രീനും ഉണ്ട്, റെഡും ഉണ്ട് കേട്ടോ, രണ്ടും ഉണ്ട്. രണ്ടും കൂടി ചേർന്നാണ് 27. എന്നിട്ട് പി ഓഫ് ഗ്രീൻ നമുക്ക് തന്നേക്കുന്നു. ഏതാ എന്ന് പറഞ്ഞാൽ ഒരു ബോൾ എടുക്കുമ്പോൾ മക്കളെ നമ്മുടെ കൈ കിട്ടേണ്ട ഗ്രീൻ ആണ്. അതിനുള്ള സാധ്യത എത്ര? 1/3, 3/1. ഓക്കെ, 3/1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്? 1/3 ഭാഗം ഗ്രീൻ ആണെന്ന് അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് റെഡ്. അങ്ങനെയാണെങ്കിൽ റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? അപ്പോൾ നമുക്ക് നോക്കിക്കേ, പി ഓഫ് റെഡ് കണ്ടുപിടിക്കാനുള്ള പ്രോബിലിറ്റി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 - 1/3. ഓർത്തോണം, ഇപ്പോൾ നിലവിൽ 2 കളർ ബോളേ ഉള്ളൂ, ഗ്രീനും റെഡും. ഗ്രീനിൻ്റെ പ്രോബിലിറ്റി 1/3 ആണെങ്കിൽ ബാക്കിയാണ് റെഡിൻ്റെ പ്രോബിലിറ്റി. അപ്പോൾ റെഡിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ 1-ൽ നിന്നും 1/3 കുറച്ചാൽ മതി. ഓക്കെ, 1 - 1/3. 1നെ കൊണ്ട് 1/1 എന്ന് എഴുതി മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 3 × 1 3 - 1 × 1 1/1 × 3 3. ആൻസർ ആരാ മോനെ? 2/3. ഓക്കെ, അപ്പോൾ റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ബാക്കി എത്രയാണ്? 2/3 എന്ന് പറഞ്ഞാൽ 3/1 ഗ്രീന്, ബാക്കി 3/2 റെഡ്. ഇനി എന്താണ് മോനെ? നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ്. അങ്ങനെയാണെങ്കിൽ എത്ര ഗ്രീൻ ബോൾസ് ഉണ്ട്? ആകെ 27 മോനെ, രണ്ടും കൂടി ചേർന്നതാണ് 27. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ മാത്രമായിട്ട് എത്രയാണ്? റെഡ് മാത്രമായിട്ട്. അപ്പോൾ ഗ്രീൻ മാത്രമായിട്ടുള്ള ചോദിച്ചാൽ നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ്. ഓക്കെ, നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കണം? ഗ്രീനിൻ്റെ പ്രോബിലിറ്റി എത്ര മോനെ? 1/3. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. എത്രയാണ്? 27. ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ 9. അപ്പോൾ നമുക്ക് കിട്ടി ഗ്രീൻ ബോൾസിൻ്റെ എണ്ണം 9. അപ്പോൾ 27-ൽ 9ഉം ഗ്രീനാണ്. അങ്ങനെയാണെങ്കിൽ റെഡ് ബോൾസിൻ്റെ എണ്ണം എത്ര ആയിരിക്കും മോനെ? റെഡ് ബോൾസിൻ്റെ എണ്ണം അല്ലേ? റെഡ് ബോൾസ് എത്രയാണെന്ന് ചോദിച്ചാൽ ടോട്ടൽ 27-ൽ നിന്നും ഈ 9നെ കുറച്ചാൽ 18. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാർട്ട് വരെയായി, നമ്പർ ഓഫ് റെഡ് ബോൾസ്. അപ്പോൾ ഇതുവരെ ഓക്കെ ആയി. ആദ്യം പ്രോബിലിറ്റി ഓഫ് റെഡ് കണ്ടുപിടിച്ചു. 1 - 1/3 ബിക്കംസ് 2/3. നെക്സ്റ്റ് നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീനിൻ്റെ പ്രോബിലിറ്റി എത്രയാണ്? 1/3 ഇൻറ്റു ടോട്ടൽ 27. കട്ട് ചെയ്യുമ്പോൾ 9 ആണ്. അങ്ങനെയാണെങ്കിൽ റെഡ് ബോൾസിൻ്റെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ 27-ൽ നിന്ന് 9 കുറച്ചാൽ 18. ഓക്കെ, ഇനി ശ്രദ്ധിച്ചാണ് എന്താണ്ട് ഇതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കേ, ഈ 5 more ബ്ലൂ ബോൾസ് ആർ പുട്ട് ഇൻ ദ ബോക്സ്. ഇതിനുള്ളിലോട്ട് ഒരു 5 എണ്ണം കൂടെ ചേർത്തു. ഏതാ ചേർത്തെന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കണം. ഈ കളറേ അല്ല, വേറൊരു കളറാണ് അതിൻ്റെ ഒത്തിട്ടിട്ടത്. എന്നിട്ട് നമ്മളൊരു ഗ്രീൻ എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? അതാണ് നമ്മുടെ ലാസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, 27 ബോളുള്ള ബോക്സിലോട്ട് ഒരു 5 ബ്ലൂ ബോളൂടെ ചേർത്തു. ബ്ലൂ ആണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്, ഗ്രീനും റെഡുവാ, അതിനകത്തൊരു മറ്റൊരു കളറൂടെ ചേരുന്നു. എന്നിട്ട് നമ്മളൊരു ബോൾ എടുക്കുമ്പോൾ അത് ഗ്രീൻ ആവാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രീനിൻ്റെ അപ്പോൾ എണ്ണം കൂടുന്നുണ്ടോ മോനെ? ബ്ലൂ ബോൾ അങ്ങോട്ട് കൂട്ടിയതുകൊണ്ട് ഗ്രീനിൻ്റെ എണ്ണം കൂടുന്നുണ്ടോ? ഗ്രീൻ അപ്പോഴും പഴയ പോലെ തന്നെ എത്രമേ ഉള്ളൂ? 9 അല്ലേ? അപ്പോൾ പക്ഷേ ഡിനോമിനേറ്റർ കൂടുന്നുണ്ട് മോനെ. നേരത്തെ 27 ആയിരുന്നു, അതിൻ്റെ 5 കൂടെ കൂടുന്നു. ആൻസർ ഈസ് 9/32. ഇതാണ് നമ്മുടെ പുതിയ പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ ബ്ലൂവിനെ ഇട്ട ശേഷം ഒരു ഗ്രീൻ എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് ചോദിച്ചാൽ 9/32. 9ന് മാറ്റമില്ല. കാരണം എന്തുകൊണ്ടാണ്?
അവിടെ ഗ്രീനിൻ്റെ എണ്ണം പഴയ പോലെ 9 ഉള്ളൂ. പിന്നെ കാരണം രണ്ടാമതിട്ടത് എന്താണ്, ബ്ലൂ ബോളാണ്. ബ്ലൂ ബോൾ ഇട്ടതുകൊണ്ട് ഗ്രീൻ ബോളിൻ്റെ എണ്ണം കൂടത്തില്ലല്ലോ. അപ്പോൾ പഴയ 9 തന്നെയാണ്, പക്ഷേ ടോട്ടൽ കൂടുന്നുണ്ട് 27 32. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നല്ല ക്വസ്റ്റ്യൻസുകളാണ്. പക്ഷേ ഇതൊക്കെ തന്നെ ഇരുന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇരുന്ന് ചെയ്യാൻ ശ്രമിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ, മനസ്സിലായാൽ ഉറപ്പായിട്ടും ഒരാൾക്കെങ്കിലും ഏറ്റവും കുറഞ്ഞൊന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.